തിരുവനന്തപുരം തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് കാരണം ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ. പരാതി ദേവസ്വം ബോർഡ് അവഗണിച്ചുവെന്ന് ഭക്തർ ആരോപിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങൾ തനിക്ക് അറിയില്ലെന്നും ക്ഷേത്രത്തിൽ ഉണ്ടായത് വേറെ പ്രശ്നങ്ങളെന്നും നിലവിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ പ്രതികരിച്ചു. 2022 ഭക്തർ നൽകിയ പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ഈ തിരുവനന്തപുരം തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് കാരണം ശരിക്കും എന്താണ് പ്രജിത്ത്? ഈ തൃപ്പാപ്പൂർ ക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയും ഒക്കെ കവർന്ന സംഭവങ്ങൾ ജനം ടി വിയാണ് പുറത്തുവിട്ടത്. 13.5 പവൻ സ്വർണവും വെള്ളിക്കുടവും കാണാതായ സംഭവമായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ അവർക്ക് തങ്ങൾക്കിതൊന്നും അറിയില്ല, അന്ന് താൻ ഉണ്ടായിരുന്ന ആളുകളല്ല ഇവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് പതിവ് പോലെ ദേവസ്വത്തിൻ്റെ അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. പഴയ കാര്യങ്ങൾ തനിക്ക് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് അറിയില്ല, അതൊന്നും തൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇത് സമാനമായ രീതിയിൽ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കവർച്ചയടക്കം നടന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ നിലവിലെ പ്രസിഡന്റ് അടക്കമുള്ളവർ പലപ്പോഴും പറയുന്ന അതേ ന്യായങ്ങളാണ് ആവർത്തിക്കുന്നത്. തങ്ങൾക്കാർക്കും ഉത്തരവാദിത്തമില്ല തുടങ്ങിയിട്ടുള്ള അതേ സമീപനം ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ഈ തൃപ്പാപ്പൂർ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കവർച്ച ഉണ്ടാകാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുമായിരുന്നു. കാരണം ഈ ദേവസ്വം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഉപദേശക സമിതി അടക്കമുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ഭക്തർ പരാതിയായി ദേവസ്വം ബോർഡിനെ നേരിട്ട് അറിയിച്ചതാണ്. പക്ഷേ അന്നൊന്നും കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഇത് മുഖവിലക്കെടുക്കുന്നതിലേക്കോ ദേവസ്വം ബോർഡ് പോയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഈ പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2022 ഇത്തരമൊരു പരാതി നൽകുന്നത്. ആ പരാതി നൽകുന്ന സമയത്ത് അതിൽ കൃത്യമായ നടപടി എടുക്കാനോ ഒരു സാഹചര്യത്തിലേക്കോ ദേവസ്വം ബോർഡ് പോകുന്നൊരു അവസ്ഥയുണ്ടായില്ല. പകരം ഈ പരാതി അവഗണിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത് എന്നുള്ളതാണ് അന്ന് പരാതി നൽകുകയും ഈ പ്രശ്നങ്ങൾ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ള പി ഗോപകുമാർ, ക്ഷേത്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം നമ്മോട് ജനം ടി വിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അന്നൊരു പണപ്പിരിവ് സംബന്ധിച്ചും ഈ വിഷയം നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ മുന്നിലേക്ക് ഈ പരാതിക്കാർ എത്തിച്ചിരുന്നു. അവർ 2022 ഈ ഉപദേശക സമിതി ഭക്തരിൽ നിന്ന് വ്യാപകമായി പണം പിരിച്ചു എന്നുള്ളൊരു പരാതിയും ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. അത് ഈ പരാതി ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഈ പണപ്പിരിവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സീൽ ഉപയോഗിക്കാതെ ഉറപ്പ് ചീട്ടെന്ന് പറയുന്ന ഒരു രസീത് ഉപയോഗിച്ചാണ് ഈ ക്ഷേത്ര ഉപദേശക സമിതി അന്ന് പണം പിരിച്ചത് എന്നുള്ളത് ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അന്നും ഈ പരാതിയിൽ ദേവസ്വം ബോർഡ് കമ്മീഷണോ അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ ഇതിൽ നേരിട്ടൊരു ഇടപെടൽ തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് 13.5 പവൻ സ്വർണവും വെള്ളിക്കുടവും ഒക്കെ കാണാതായ സാഹചര്യത്തിലേക്ക് ഈ തൃപ്പാപ്പൂർ ക്ഷേത്രം പോയി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ദേവസ്വം ബോർഡുകളിലായി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന വ്യാപകമായ അനാസ്ഥകൾ, വ്യാപകമായ സ്വർണ്ണ കവർച്ചകൾ, ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ദുരുപയോഗം ചെയ്യുന്നതും അന്യാധീനപ്പെടുത്തുന്നതും പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദേവസ്വം ബോർഡുകൾ എല്ലാ കാലത്തും നോക്കുകുത്തികളായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾക്കും കവർച്ചകൾക്കുമൊക്കെ ഒത്താശ ചെയ്യുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തിരുന്നു എന്നുള്ളതും ഇതിലൂടെ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാഖി. പ്രജിത്ത്, തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയിലാണ് ആക്ഷേപം പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയാണ് ഭക്തർ ചൂണ്ടിക്കാട്ടുന്നത്. പഴയ കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നും ക്ഷേത്രത്തിലുണ്ടായത് വേറെ പ്രശ്നങ്ങളെന്നും നിലവിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ പറയുന്നുണ്ട്. പക്ഷേ 2022 ഭക്തർ നൽകിയ പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് പ്രജിത്ത് മോഹനൻ ചൂണ്ടിക്കാട്ടുന്നത്.